ഈശ്വര, വിഘ്നേശ്വര രക്ഷിക്കണേ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ, അടിയന് മംഗല്യ ഭാഗ്യം ഉണ്ടാക്കി തരണേ. നിന്നെ പോലെ എന്നെയും ബ്രഹ്മചാരി ആക്കരുതേ ഗണേശ. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം മൂടിയത്. മോനെ ഹായ് അവിഹിതം. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കായിരുന്നു. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചെന്ന്. അതുകൊണ്ട് ഞങ്ങള് പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരരുത്. ഞാൻ ചാടിപ്പോന്നതാ. എവിടുന്ന്? ഭ്രാന്ത് ആശുപത്രി അല്ല, എന്റെ വീട്ടിൽ നിന്ന്. ആ ഭ്രാന്ത് ആശുപത്രി നിന്റെ വീട് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അല്ലാണ്ട് ഇന്ന് ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥയോടെ സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഇവള് നമ്മളെക്കാളും താറാടാ. ഇനി എപ്പോഴെങ്കിലും അടിക്കണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. ഞങ്ങളെ രക്ഷ ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം. അല്ലാതെ അവളോട് ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാണ്ട്. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, ഇവളൊന്നും ഉറക്കി കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ നീ ഉണർന്നേനെ. ഇനിയിപ്പോ അവസാനം കുറ്റം മുഴുവൻ ആണുങ്ങൾക്കാ.